ഗൈസ്, വെൽക്കം ടു എജുപോഡ്. എടാ മക്കളെ, നമ്മുടെ എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാടാ, ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, ഒഴിവാക്കിയേക്കുക. നോക്കിക്കേടാ, നമ്മുടെ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ട് അല്ലേ? യെസ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഈ ഒരു എക്സാമും നമ്മൾ തകർത്തെഴുതും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ഭാഗങ്ങളിൽ നിന്നാണ് 80% ചോദ്യങ്ങൾ നമുക്ക് വരാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ തയ്യാർ കറേ എന്ന് പറഞ്ഞൊരു ചോദ്യം അല്ലേ? അപ്പൊ നമുക്കറിയാം, രണ്ട് രീതിയിൽ പോസ്റ്റർ ചോദിക്കും. ഒന്ന് എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്. സോ നമുക്ക് ഇത്തവണ പോസ്റ്റർ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ജലബാങ്ക് ആണ്. ജലബാങ്ക്, ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് 2 തരം പോസ്റ്റർ വരും. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. ഒന്നാമതായിട്ട് ആദ്യം നമ്മൾ പഠിക്കുന്ന പോസ്റ്റർ നോക്കിക്കേ, ചോദ്യം നോക്കിക്കേ. ജില്ലാ പഞ്ചായത്ത് के नेतृत्व में 2023 मार्च 22 को जल ही जान है विषय पर एक संगोष्ठी होने वाली है. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്താണ്, യെസ്, മാർച്ച് 22 എന്താണ്, യെസ്, ഒരു സംഘോഷി നടക്കുന്നു. എന്താണ് സബ്ജക്റ്റ് നോക്കിക്കേ, ജൽ ഹി ജാൻ. ഓക്കെ, അപ്പം സംഘോഷിയില്ല. അപ്പം നമുക്ക് പ്രോഗ്രാം നമുക്ക് കിട്ടി. സബ്ജക്റ്റ് പ്രോഗ്രാമിന്റെ സംഘോഷ്ടിയാണ്. പ്രോഗ്രാമിന്റെ സബ്ജക്റ്റ് എന്താണ്, ജൽ ഹി ജാൻ ഹെ. എന്നാ നടക്കുന്നത്, ഡേറ്റ് ഇവിടെ ഉണ്ട് അല്ലേ? ഡേറ്റ് ഇവിടെ ഉണ്ട്. സ്ഥലം എവിടെയാണ്, പഞ്ചായത്താണ് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും, പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ പ്ലേസും ഇതൊന്ന് കിട്ടി അല്ലേ? ഇനി നോക്കിക്കേ, മാനനീയ ജലശക്തി മന്ത്രി ഉദ്ഘാടനം കരയെങ്കിൽ അല്ലേ? അപ്പൊ ഇത് ഇനാഗുറേഷൻ ചെയ്യുന്നത് ആരാണ്? യെസ്, ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മാനനീയ ജലശക്തി മന്ത്രിയാണ്. നമുക്ക് അതും കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ. അപ്പൊ പോസ്റ്ററിൽ എഴുതേണ്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചോദ്യത്തിൽ തന്നെ കിട്ടിയല്ലോ അല്ലേ? യെസ്, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് മാറ്റി എഴുതിക്കേ. ഒരു ബോക്സ് വരയ്ക്കുന്നു. പ്രോഗ്രാം നമുക്കറിയാം, നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ പ്രോഗ്രാം ഏതാണ്, സംഘോഷ്ടിയാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു, സംഘോഷ്ടി എഴുതുന്നു. ദെൻ സബ്ജക്റ്റ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? നോക്കുക, ജൽ ഹി ജാൻ ഹെ. അത് കഴിഞ്ഞിട്ടോ, യെസ്, ഡേറ്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് ഡേറ്റ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 2023 മാർച്ച് 23 സേ എന്താ നടക്കുന്നത്, സുബഹ 10 ബജെ. സമയം സുബഹ 10 ബജെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയം കൊടുക്കാം. പഞ്ചായത്താണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് സഭാമേം എന്ന് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഇവിടെ എക്സ്ട്രാ ഒരു കാര്യം തന്നിട്ടുണ്ട്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ആരാണ് ഉദ്ഘാടനം എന്ന് കൊടുക്കുന്നു, മാനനീയ ജലശക്തി മന്ത്രി. സബ്കാ സ്വാഗതം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 4 മാർക്ക് കിട്ടിയില്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോ? നിങ്ങൾക്ക് ഈ എക്സാമിന് പോസ്റ്റർ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാവും. 4 മാർക്കിന് ചോദിക്കും. ജലബാങ്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ പോസ്റ്റർ. പ്രോഗ്രാം നടത്തുന്നു. ഇനി ജലസംരക്ഷണവുമായിട്ട് ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ചോദ്യം വരും, ഉറപ്പായിട്ടും ചോദ്യം വരും. ഇതിലേതെങ്കിലും ഒരു പോസ്റ്റർ ആയിരിക്കും വരിക. നോക്കിക്കേ, ജലസംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജ് നൽകുന്ന വിധത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ. ഈ പോയിന്റ്സ് അങ്ങ് പഠിച്ചോ. ഇതൊരു ബോക്സ് വരച്ച് നിങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു 3 എണ്ണം നോക്കിക്കേ. ജൽ പ്രകൃതി കാ അമൂല്യ വരദാൻ, സഭി കാ അസ്തിത്വ ജൽ ഭർ നിർഭർ. ഓക്കെ, അപ്പൊ എന്താണ്, ജൽ പ്രകൃതിക്ക് അമൂല്യ വരദാനം. ജലം പ്രകൃതിയുടെ അമൂല്യമായ വരദാനമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്താ, നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ജൽ കാ ദുരുപയോഗ് മത് കരോ. ജലം എന്താണ്, ആവശ്യമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കരുത്. ജൽ കാ ഉപയോഗ സാവധാനി സെ. മിതമായിട്ട് എന്ത് ചെയ്യുക, വെള്ളം ഉപയോഗിക്കുക. ജൽ ജീവാമൃത ഹേ. ജലം എന്താണ്, ജീവാമൃതമാണ്. ജൽ നഹി ഹേ തോ കൽ നഹി. വെള്ളമില്ലെങ്കിൽ നമുക്ക് നാളെ എന്നൊരു ദേ ഇല്ല. അടുത്തത്, ജലസ്രോതോ കോ പ്രദൂഷിത് മത് കരോ. ജലസ്രോതസ്സുകൾ എന്ത് ചെയ്യരുത്, മലിനപ്പെടുത്തരുത്. ശുദ്ധജൽ സ്വസ്ഥ ജീവൻ കാ ആധാർ ഹേ. ശുദ്ധജലം എന്താണ്, സ്വസ്ഥ ജീവൻ കാ, ഹെൽത്തി ജീവൻ അല്ലേ? നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതത്തിന് എന്താവശ്യമാണ്, ശുദ്ധജലം ആവശ്യമാണ്. ഇത്തരത്തില് 2 പോസ്റ്റർ നമുക്ക് നമ്മുടെ ഈ എക്സാമിന് പ്രതീക്ഷിക്കാം. അത് ജലബാങ്കിൽ നിന്ന് തന്നെയായിരിക്കും. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. മക്കളെ, ഞാൻ വീണ്ടും പറയാണ്, ഇത് നിങ്ങൾ പഠിച്ചോ, പാഴാകില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും. ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം